ഹായ് ഫ്രണ്ട്സ്, ആൻഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ മാവ് പൊടിയും കൊണ്ടും ഗോതമ്പ് പൊടിയും കൊണ്ടും റവയും കൊണ്ടൊക്കെയാണല്ലോ അട ചുട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് സേമിയയും കൊണ്ടുള്ള ഒരു അട റെസിപ്പി ആയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് സേമിയ ഇതേപോലെ ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന രീതിയിൽ ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചുവട് കട്ടിയുള്ള നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ഉരുളി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ സേമിയ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ പായസത്തിനൊക്കെ വറുക്കുന്ന ആ ഒരു ഇത് മതി കേട്ടോ. ഇപ്പോൾ ഇത്തിരി നെയ്യ് കൂടുതൽ ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ സേമിയ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച് ആറിയ 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തിളപ്പിച്ച് ആറിയ 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ചെടുക്കണം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സൊക്കെ ആയിട്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പറ്റി ഒരു ഇത്തിരിയോടെ കുറുകി വരുന്ന സമയത്തേക്ക് ഞാനിതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ സേമിയ ഈ പാത്രത്തിൻ്റെ അടിയിൽ ചിലപ്പം ഇങ്ങനെ കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് അപ്പോൾ ഈ പാലൊന്ന് കുറുകിയതിന് ശേഷമാട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. കൈക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം തണുത്തിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അടയാണല്ലോ ചുടാൻ പോകണം. അപ്പം ഞാൻ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിത് പരത്തി ഒന്ന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്കിത് പരത്തി കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇനി നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് പരത്തി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാനിത് മൊത്തം ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ. ഇതേപോലെ മടക്കി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ നട്ട്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നെയ്യൊന്നും തടവി കൊടുക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമുക്കിതെല്ലാം പരത്തിയെടുത്തതിന് ശേഷം കാണാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇപ്പം ഞാനിതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു നമ്മുടെ ചുവട് അത് നല്ല കട്ടിയുള്ള നമ്മുടെ ദോശക്കല്ലിലൊടുക്കി വെച്ച് കൊടുത്തേക്കുക കേട്ടോ. ഇത് പരത്തി നമ്മുടെ ഇലയട നമുക്കിനി ഇന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ദോശക്കല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് 2-3 നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നെയ്യാണെങ്കിലും തടവി കൊടുക്കാം. പക്ഷേ ഞാൻ നെയ്യൊന്നും തടവി കൊടുത്തിട്ടില്ല. ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് ചൂടാക്കി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇലയൊക്കെ കണ്ടോ, ഇത് കരിഞ്ഞ് വന്ന് ഇത് കണ്ടോ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ അടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ 2 അടയാട്ടോ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയയും കൊണ്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മൾ പല വെറൈറ്റി അടകൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടാത്തവർക്ക് നമുക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പഴമാണെങ്കിലും മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയും തേങ്ങയും വെക്കുന്നതിന് പകരമായിട്ട്. പക്ഷേ ഇതേപോലെ കഴിക്കേണ്ട നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും ബൈ.